ആദമിൻ്റെ മക്കൾ നിറയ്ക്കുന്നതിൽ വെച്ച് ഏറ്റവും മോശമായ പാത്രം അയാളുടെ വയറാണ്. അപ്പോൾ വയറ് ഒരു പാത്രമാണ്. പാത്രത്തിൽ നമ്മൾ പലതും നിറയ്ക്കും. എന്നാൽ ആദമിൻ്റെ മക്കൾ നിറയ്ക്കുന്ന പാത്രങ്ങളിൽ വെച്ച് മോശമായ പാത്രം അവൻ്റെ വയറാണ്. അപ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവർ പൊതുവേ മറ്റുള്ളവരെക്കാൾ അലസതയും മടിയുമുള്ളവരായിരിക്കും. പിന്നെ അവർക്ക് പ്രവർത്തിക്കാനുള്ള ഉന്മേഷം ഉണ്ടാവില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഭാഗം ഭക്ഷണം, ഒരു ഭാഗം വെള്ളം, ബാക്കി ഭാഗം നിങ്ങൾ നഫസിന് വേണ്ടി, ശ്വാസം എടുക്കാൻ വേണ്ടി ഒഴിച്ചു വിടണമെന്നാണ്. ശ്വാസമെങ്കിലും നമുക്ക് കിട്ടണ്ടേ? പക്ഷേ അതുപോലും കിട്ടാത്ത രൂപത്തിൽ ഭക്ഷണം കഴിക്കുന്നവർക്ക് ഒരുപാട് രോഗങ്ങളുണ്ടാകുന്നു. മാത്രമല്ല അത് ശരീരത്തെ അലസമാക്കും, മടിയുള്ളതാക്കും, രോഗം അതിന് കാരണമായി തീരും. അല്ലാതെ നിലക്കുള്ള അലസതയും മടിയും ഉണ്ടാകും. അതേപോലെ തന്നെ മറ്റൊരു വില്ലനാണ് ധാരാളമായി ഉറങ്ങുക എന്നുള്ളത്. കസറത്തുൻ നൗം. ധാരാളമായി ഉറങ്ങുന്ന ആളുകൾക്ക് ഈ അലസതയും മടിയും ഉണ്ടാകും. കാരണം പിന്നീട് അവരുടെ ശരീരം എപ്പോഴും ഉറക്കിനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഉറങ്ങാനായിരിക്കും അവർക്ക് താല്പര്യം, പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടാവുകയില്ല. പ്രത്യേകിച്ചും രാവിലെയുള്ള സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിന് രാവിലെ നീ ബറക്കത്ത് കൊടുക്കണമേ. പ്രഭാത സമയത്തിൽ ബറക്കത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സൈന്യത്തെ അയക്കുമ്പോൾ രാവിലെ ആയിരുന്നു അയച്ചിരുന്നത്. സ്വഹാബികൾ കച്ചവടം തുടങ്ങിയത് രാവിലെ ആയിരുന്നു എന്നാണ്. രാവിലെ കച്ചവടം തുടങ്ങിയാൽ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകുന്നതാണ്. എന്നാൽ പലപ്പോഴും ആ ബറക്കത്ത് കിട്ടേണ്ട ആ സമയം കൃഷി, ഒരാൾ കൃഷിക്ക് പോവുകയാണെങ്കിൽ രാവിലെ ഇറങ്ങി അതിനൊരു പ്രത്യേക ബറക്കത്തുണ്ട്. ഒരു ജോലി, ഏത് കാര്യത്തിനും പ്രഭാതത്തിൽ ബറക്കത്തുണ്ട്. എന്നാൽ ആ സമയത്ത് കിടന്നുറങ്ങിയാൽ അലസതയും മടിയും അയാളെ പിടികൂടുന്നതാകുന്നു.